പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 28-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഇത് കർത്താവായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ദിവസമാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം. കർത്താവിൻ്റെ നാമം നമ്മളോട് മഹിമപ്പെടട്ടെ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തുപരിപാലിച്ചതിന് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആവശ്യമായ നന്മകൾ തന്ന് കഴിഞ്ഞ പകൽക്കാലം അനുഗ്രഹിച്ചതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയത് ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. കർത്താവെ, ഈ രാവിലെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് യഹോവ നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പകൽക്കാലം ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം. യഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവത്തിന് സ്തോത്രം. യഹോവ റാഫയായി കൂടെ ഇരുന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ജയത്തോടെ ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പാ നന്ദി പറയുന്നപ്പാ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അസാധാരണ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങേ സേവിച്ച അങ്ങേ വിളിച്ചപേക്ഷിച്ച അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമാണ്. അങ്ങ് ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പാകെ ചെയ്ത കർത്താവ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾ ഈ ചൊവ്വാഴ്ച പകൽക്കാലം വ്യക്തിപരമായി ചില അത്യാവശ്യമായ കാര്യങ്ങൾ അത് നടന്നേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവിക ഇടപെടലുകൾ ഈ പ്രഭാതത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ചില ലീഗൽ വിഷയങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ മിറക്കൽ സംഭവിക്കട്ടെ. ചില ലീഗൽ വിഷയങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില മിറക്കൽ സംഭവിക്കട്ടെ. ചില ഗവൺമെൻറ് തലത്തിലുള്ള ആവശ്യങ്ങളിൽ ആ ഫയൽ കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അപ്രൂവൽ ആകട്ടെ, അത് ഫോർവേഡഡ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രൂവ് ചെയ്ത് ഫോർവേഡ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രൂവ് ചെയ്ത് ഫോർവേഡ് ആകുന്നതിനായിട്ട് സ്തോത്രം. ചില പ്രശ്നങ്ങൾ വേരോടെ പറഞ്ഞു പോകട്ടെ. അവൻ തൻ്റെ കുഞ്ഞുങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേരോടെ പറഞ്ഞു പോകട്ടെ, വേരോടെ പറഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അവൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും അങ്ങ് വൈദ്യനാകുന്നു. ഇന്ന് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങളെ കർത്താവ് അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി സ്ഥലത്ത് സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കട്ടെ. ബിസിനസ്സിൽ ദൈവിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രി നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്നലത്തെ മീറ്റിങ്ങിനെ നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ചു. അതിനായിട്ട് നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നാളത്തെ മീറ്റിങ്ങും അതിശയമായി ശ്രേഷ്ഠമായി കർത്താവിൻ്റെ കൃപയിൽ നടക്കുവാൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവ് നാളെ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു.
അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. അതിൻ്റെ 24-ാമത്തെ വാക്യം, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്ക ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. 25, പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ ഉപയോഗിക്കണം. ദൈവം യേശുക്രിസ്തുവിലൂടെ ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുന്നേറുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ദൈവം തന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിക്കാതെ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി ആ അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ദൈവമക്കളോട്, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയുന്നു: നിങ്ങൾക്ക് ജയകരമായി ജീവിക്കണമെങ്കിൽ, പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിക്കണം. ഒരിക്കൽ മോശയും കൂട്ടരും ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ജനം നിലവിളിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്, ഞങ്ങളെ അവിടെ ഇട്ടാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോശയ്ക്ക് ആകെ വിഷമമായി. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മോശ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഈ ജനം ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഉടനെ മോശയോട് ദൈവം പറഞ്ഞു, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുക, ചെങ്കടലിനെ വിഭാഗിക്കുക, എന്നിട്ട് നീ ജനവുമായിട്ട് മുൻപോട്ട് പോവുക. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത്. നിങ്ങളിങ്ങനെ കിടന്ന് കരയാതെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക അധികാരത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ ജയിച്ചു മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തി പറഞ്ഞിരിക്കുമ്പോൾ ഇവയൊന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചെറിയ വിഷയങ്ങളായാലും വലിയ വിഷയങ്ങളായാലും മുമ്പിൽ വരുന്ന ഏത് സാഹചര്യത്തെ അതിജീവിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമം, അധികാരമുള്ള നാമം നിങ്ങൾ ഉപയോഗിക്കുക. ചെറിയ വിഷയങ്ങളിൽ ആ നാമം ഉപയോഗിച്ച് ജയം കണ്ടു കഴിയുമ്പോൾ അടുത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ നാമത്തെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ ഓർപ്പിക്കുന്നത്, ദൈവമക്കളെ ഓർപ്പിക്കുന്നത്, യൂസ് യുവർ അതോറിറ്റി. ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കുക. ഇവിടെയും യേശു അതല്ലേ ആഗ്രഹിച്ചത്. ശിഷ്യന്മാർ പടകിൽ യേശു ഉറങ്ങുകയായിരുന്നു പടകിനകത്ത്. അപ്പോൾ കാറ്റടിച്ചു, പടകിനകത്ത് വെള്ളം കയറി, മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോയിട്ട് യേശുവിനെ ചെന്ന് വിളിച്ചു, യേശുവേ അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശു എഴുന്നേറ്റ് ചാടി ഉണർന്നിട്ട് എന്ത് ചെയ്തു? കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചു, വെള്ളത്തെ കാറ്റിനെ ശാസിച്ചപ്പോൾ കാറ്റമർന്നു, വെള്ളം നിന്നു, പ്രശ്നം നിന്നു. അപ്പം ഇവരോട് എന്നിട്ട് ചോദിച്ചു, വെരി ഷ്യൂർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം ഇവിടെ, നിങ്ങൾക്കും ഈ അധികാരം ഞാൻ തന്നിട്ടില്ലയോ? എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാഞ്ഞത്? നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്? നിങ്ങൾക്കും അത് ചെയ്തുകൂടായിരുന്നോ എന്നാ കർത്താവ് ചോദിച്ചതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇന്ന് പ്രഭാതത്തിൽ നമ്മളും പല കാര്യങ്ങളും നിലവിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാ: നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കാത്തത്? അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ ബ്രദറെ പ്രാർത്ഥിക്കുമെന്ന് മറ്റുള്ളവരെ വിളിച്ച് പറയാതെ നിങ്ങളുടെ കൈ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വീടിനകത്ത് ആർക്കെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അവരുടെ മേൽ കൈ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ ഉടനെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് അവരുടെ തലയിൽ കൈവച്ചൊരു വാക്ക് പ്രാർത്ഥിച്ച് ആ പനിയെ ഒന്ന് ശാസിച്ച് നോക്കിക്കേ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും. ചെറിയ മിറക്കിൾസ് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അപ്പം വലിയ മിറക്കിൾസിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കുക. അധികാരം ഉപയോഗിച്ച് പർവ്വതങ്ങളെ നീക്കുക. പർവ്വതത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ആദ്യം പർവ്വതം നീക്കാൻ പ്രയാസമാണെങ്കിൽ ചെറിയ ചെറിയ മുട്ടക്കുന്നുകളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നീക്കി വലിയ പ്രശ്നങ്ങളെ നീക്കുന്നവരായി മാറുക. അതുകൊണ്ട് യൂസ് യുവർ അതോറിറ്റി. ദൈവം തന്ന അധികാരത്തെ ഉപയോഗിക്കുക. ഇന്ന് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ചില ഓപ്പർച്യൂണിറ്റീസ് തരും. അധികാരം ഉപയോഗിക്കാൻ. അത് നിങ്ങൾ ഉപയോഗിച്ച് ജയാളികളായി മുന്നേറുക കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.